തമിഴകത്തിന്റെ അമ്മയായി വാണ അക്ഷരാർത്ഥത്തിൽ ഒരു സിനിമാ കഥയെ വെല്ലുന്ന ജീവിതം നയിച്ച പുരട്ചി തലവി ജയലളിതയുടെ ജീവിതം പോലെ തന്നെ നാടകീയമാണ് അവരുടെ മരണശേഷമുള്ള സംഭവവികാസങ്ങളും. സിനിമാ ലോകത്തും രാഷ്ട്രീയത്തിലും ഒരേപോലെ തിളങ്ങിയ ആ താരറാണിയുടെ സ്വപ്നഭവനം തമിഴ്നാടിന്റെ അധികാര സ്ഥിരാകേന്ദ്രമായിരുന്ന വേദനിലയം പോലും ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലാണെന്ന വാർത്ത ഞെട്ടലോടെയാണ് സിനിമാ ലോകവും രാഷ്ട്രീയ രംഗവും കേൾക്കുന്നത്. കോടികൾ വിലമതിക്കുന്ന ഈ ചരിത്ര പ്രാധാന്യമുള്ള വസതി ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ ആദായ നികുതി വകുപ്പ് ജപ്തി ചെയ്യുമെന്ന ഭീഷണിയുടെ നിഴലിലാണ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ആദായ നികുതി കുടിശ്ശിക അടച്ചു തീർക്കുന്നതിൽ വരുത്തിയ വീഴ്ചയാണ് ഈ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നയിച്ചിരിക്കുന്നത്. കുടിശ്ശികയും പലിശയും അടക്കം 20 കോടി രൂപ അടച്ചു തീർത്തില്ലെങ്കിൽ വേദനിലയം ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ ജപ്തി ചെയ്യുമെന്ന് ആദായ നികുതി വകുപ്പ് മദ്രാസ് ഹൈക്കോടതിയെ രേഖാമൂലം അറിയിച്ചിരിക്കുകയാണ്. ജയലളിതയുടെ സഹോദരപുത്രിയും നിയമപരമായ അനന്തരാവകാശിയുമായ ദീപ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് നികുതി വകുപ്പ് ഈ നിർണായകമായ നിലപാട് വ്യക്തമാക്കിയത്. തന്റെ കുടുംബത്തിൽ നിന്ന് നികുതി കുടിശ്ശികയായി ആദ്യം 36 കോടി രൂപയാണ് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നത്. പിന്നീട് ഇത് 13 കോടിയായി കുറഞ്ഞു. എന്നാൽ ഇപ്പോൾ പലിശയടക്കം 20 കോടി രൂപ അടയ്ക്കേണ്ടി വരുമെന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ തുകകളിലെ വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിച്ചും കൃത്യമായ തുക അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ദീപ കോടതിയെ സമീപിച്ചത്. ജയലളിതയുടെ നിയമപരമായ അവകാശങ്ങളിൽ ഒരാളായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ദീപയുടെ സഹോദരൻ ദീപക് ഇതിനകം തന്നെ 1.17 കോടി രൂപ നികുതി ഇനത്തിൽ അടച്ചിട്ടുണ്ട്. എന്നാൽ ശേഷിക്കുന്ന തുക അടച്ചു തീർത്തില്ലെങ്കിൽ ആഡംബരത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകമായി തലയുയർത്തി നിന്നിരുന്ന വേദനിലയം അടക്കമുള്ള സ്വത്തുക്കൾക്ക് പൂട്ടുവീഴുമെന്ന ആശങ്ക ശക്തമാണ്. 600 കോടി രൂപയിലേറെ മൂല്യം വരുന്ന സ്വത്തുക്കളാണ് ജയലളിതയുടെ പേരിലുള്ളത്. ഇതിൽ വേദനിലയം ഉൾപ്പെടെയുള്ള നിർണായകമായവ ജപ്തി ഭീഷണിയിലാണെന്നത് തമിഴകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു താരറാണിയായി തുടങ്ങി തമിഴകത്തിന്റെ രാഷ്ട്രീയ സിംഹാസനം സ്വന്തമാക്കി അമ്മ എന്ന വാത്സല്യത്തോടെ കോടിക്കണക്കിന് ജനങ്ങൾ നെഞ്ചേറ്റിയ ജയലളിതയുടെ ജീവിതത്തിൽ എന്ന പോലെ അവരുടെ മരണശേഷവും നാടകീയതകൾക്ക് ഒട്ടും കുറവില്ല. ഈ നിയമ പോരാട്ടത്തിന്റെ അടുത്ത അംഗം ഈ മാസം 18 നടക്കുമ്പോൾ തമിഴകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതകാലം മുഴുവൻ സ്വപ്നമായിരുന്ന വേദനിലയം എന്ന ആ സിംഹാസനം ആരുടെ കൈകളിലാണെന്ന് അറിയാൻ ഇനി അത് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും 36 കോടി രൂപയായിരുന്നു നികുതിയായി ആദ്യം ഈ ദീപയിൽ നിന്നും ആവശ്യപ്പെട്ടിരുന്നത്. ഇത് പിന്നീട് 13 കോടിയായി കുറയ്ക്കുകയായിരുന്നു. നോട്ടീസുകളിലെ തുകയുടെ വ്യത്യാസം ചോദ്യം ചെയ്തും കൃത്യമായ തുക അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ദീപ കോടതിയെ സമീപിച്ചത്. ദീപയുടെ വാദം 18 കേൾക്കും. ജയയുടെ മൊത്തം സ്വത്തുക്കൾക്ക് 600 കോടിയിലേറെ രൂപയുടെ മൂല്യമുണ്ട്.